ട്രൈ പാർട്ടി എഗ്രിമെന്റ് ശരിക്കും അതെന്താ? അമേരിക്കയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത് 1986-ലാണ്. ജ്ഞാനായ സഭയെ സീറോ മലബാർ സഭയിലേക്ക് ലയിപ്പിക്കാനുള്ള ഒരു ഗൂഢ നീക്കമാണ് ഈ ഒരു കേസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. രൂപത വേണ്ട രീതിയിൽ ഈ ഒരു കേസ് വാദിച്ചിട്ടില്ല, നല്ല വക്കീലന്മാരെ വെച്ചിട്ടില്ല എന്നൊരു ആരോപണമാണ്. രൂപത വേണ്ട രീതിയിൽ ഈ ഒരു കേസ് വാദിച്ചിട്ടില്ല, നല്ല വക്കീലന്മാരെ വെച്ചിട്ടില്ല എന്നൊരു ആരോപണമുണ്ട്. അതിനോട് താങ്കളുടെ അഭിപ്രായം എന്താ? അതായത് ഈ സബ് കോടതി, അതായത് ട്രയൽ കോടതിയിലെ കേസ് നടത്തിയ ഒരാൾ ഞാനാണ്. അതായത് രൂപതയ്ക്കും മെത്രാനും വേണ്ടിയിട്ട് കേസ് നടത്തിയ ഞാനാണ്. അതിനകത്ത് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് അതിൽ കക്ഷി ചേർന്നിരുന്നു. ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി ജോജോ എന്ന് പറഞ്ഞൊരു വക്കീലാണ് കേസ് നടത്തിയത്. ഈ കേസ് ഇതിൻ്റെ ഒരു കോർഡിനേഷൻ സംവിധാനമായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ കേസ് വിസ്താരത്തിന് വന്നപ്പോഴത്തേക്ക്, അതായത് ഈ കേസിൽ ടെക്നിക്കൽ ഗ്രൗണ്ടുകൾ ഒന്നിട്ട് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയിരുന്നു. ഹൈക്കോടതി ഇത് സമ്മതിച്ചില്ല. അപ്പോൾ ഹൈക്കോടതി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കേസ് കേൾക്കണമെന്ന് ഹൈക്കോടതി വിധിയുണ്ടായി. ദൗർഭാഗ്യവശാൽ അത് കോവിഡിൻ്റെ സമയത്തായിരുന്നു ഈ കേസ് തീർക്കാനായിട്ട് ഹൈക്കോടതി കൽപ്പിച്ച സമയം. അപ്പോൾ ഈ കേസിന് കൺസൾട്ടേഷനും ലീഗൽ അഡ്വൈസും എടുത്തുകൊണ്ടിരുന്നത് കേരള ഹൈക്കോടതിയിലെ പ്രമുഖ സിവിൽ അഭിഭാഷകനായ കൃഷ്ണനുണ്ണി എന്ന് പറഞ്ഞൊരു വക്കീലിൻ്റെ അടുത്തു നിന്നായിരുന്നു. ഇപ്പോൾ കൃഷ്ണനുണ്ണി സാറ് പ്രായമുള്ള ആളാണ്. അദ്ദേഹം വെക്കേഷൻ സമയത്ത് കോടതിയിൽ വരുന്നതിന് ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ കൃഷ്ണനുണ്ണി സാറിൻ്റെ അസൗകര്യം പറഞ്ഞുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തിരുന്നു. ആ റിട്ട് പെറ്റീഷൻ കോടതി സമ്മതിച്ചില്ല. അങ്ങനെ ഇവിടെ കേസ് വിസ്തരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം സമുദായവുമായിട്ട് വളരെ അടുത്ത പരിചയവും ഉള്ള കോട്ടയത്ത് സജീവമായി പ്രാക്ടീസ് ചെയ്യുന്നൊരു വക്കീലെന്നുള്ള നിലയിലാണ് ഞാൻ ഈ കേസ് നടത്തുവാൻ നിയോഗിക്കപ്പെട്ടത്. ഇതിനൊരു കാരണം, ഈ കേസിൻ്റെ പത്രിക മുഴുവൻ തയ്യാറാക്കിയത് ഞാനാണ്. ഈ പത്രിക തയ്യാറാക്കിയതിന് ശേഷം കൃഷ്ണനുണ്ണി സാറിനെ കൊണ്ട് ഫൈനലൈസ് ചെയ്യിച്ചു. അതിനുശേഷമാണ് ഈ പത്രിക കോടതി നൽകിയത്. ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടിയിട്ട് ആദ്യം കോട്ടയത്തെ പ്രമുഖ സിവിൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ ജോർജ് ഹാജരായിരുന്നു. അദ്ദേഹത്തിനും കോവിഡിൻ്റെ ബുദ്ധിമുട്ടുള്ളത് വന്നത് കാരണം അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകാൻ സാധിച്ചില്ല. ആ സന്ദർഭത്തിലാണ് കോട്ടയത്ത് നല്ല നിലയിൽ സിവിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജോജോ എന്ന് പറഞ്ഞ വക്കീലിനെ ഈ കേസ് നടത്തുവാൻ നിയോഗിച്ചത്. കാരണം ജോജോയെ നിശ്ചയിക്കാൻ കാരണം, ഒന്ന്, ജോജോ കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനായ ഒരു കത്തോലിക്കനാണ്. 2, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കേസുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലെ പല രൂപതകൾക്കെതിരെയും പുള്ളി കേസ് നടത്തി പരിചയമുണ്ട്. പിന്നെ അതുകൂടാതെ ഓർത്തഡോക്സ് സഭയുടെ കേസ് നടത്തുന്നുണ്ട്, യാക്കോബായ സഭയുടെ കേസ് നടത്തുന്നുണ്ട്. അങ്ങനെ വിവിധ സഭാ സംവിധാനങ്ങളുടെയും മറ്റ് മതസംഘടനകളെയും NSS, SNDP, KPMS പോലത്തെ സംഘടനകളുടെയും കേസ് നടത്തി പരിചയമുള്ള ഒരു സിവിൽ അഭിഭാഷകനാണ് ജോജോ ജോസഫ്. ഇപ്പോൾ ജോജോ ജോസഫിൻ്റെയും കൂടെ സഹായത്തോടു കൂടിയാണ് ഈ കേസ് നടത്തിയത്. ഈ കേസിൽ സാധ്യമായിട്ടുള്ളതും എടുക്കാവുന്നതുമായിട്ടുള്ള എല്ലാ തർക്കങ്ങളും ഈ കേസിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും, സാധ്യമായിട്ടുള്ള കോടതി അംഗീകരിക്കാൻ സാധ്യതയുള്ള ഡോക്യുമെൻസുകളും നമ്മൾ ഈ കേസിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ട്രൈ പാർട്ടി എഗ്രിമെന്റ്. ശരിക്കും അതെന്താ? ട്രൈ പാർട്ടി എഗ്രിമെന്റ് എന്ന് പറയുന്നത്, അതായത് വിദേശ രാജ്യങ്ങളിൽ ജ്ഞാനായക്കാർക്ക് പള്ളികൾ അനുവദിച്ചപ്പോൾ അവിടെ ഈ മാറിക്കെട്ടിയവരെയും അവിടെ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചില നിവേദനങ്ങൾ കൊടുത്തു. ഇത് ആദ്യം ന്യൂയോർക്കിലാണ് ഇത് വന്നത്. ന്യൂയോർക്ക് ബിഷപ്പിൻ്റെ അടുത്താണ് വന്നത്. നമ്മുടെ ഇവിടുത്തെ പൗരസ്ത്യ രീതികൾ ഈ പാശ്ചാത്യ ബിഷപ്പുമാർക്ക് അത്ര പരിചയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അവരുടേതായിട്ടുള്ളൊരു ലോക്കൽ കസ്റ്റം വെച്ചിട്ടാണ് പല കാര്യങ്ങളെയും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ അവിടെ അന്ന് അമേരിക്കയിലുണ്ടായിരുന്ന അസോസിയേഷൻസ് ആയിരുന്നു ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ ന്യൂയോർക്കിലെ മെത്രാനുമായിട്ട് ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ജ്ഞാനായക്കാരുടെ ഈ ഐഡന്റിറ്റി സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഒരേ പള്ളിയിൽ ജ്ഞാനായക്കാർ മാത്രമേ പാടുള്ളൂ എന്നതിനോട് അദ്ദേഹം യോജിച്ചില്ല. അത് റോമിൽ ചെന്ന് പരാതി പറഞ്ഞിരുന്നു. അങ്ങനെ റോമിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം. അതും വസ്തുതകൾ മനസ്സിലാക്കാതെ ഉണ്ടായിട്ടുള്ളതാണ്. അതിനുശേഷം അമേരിക്കയിൽ ചിക്കാഗോ രൂപത വന്നപ്പോൾ ഈ പേഴ്സണൽ പാരിഷ് ജ്ഞാനായക്കാർക്ക് തന്നെ പാരിഷ് തരണം എന്ന് പറഞ്ഞുള്ള ഒരു ആവശ്യം വന്നിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പരിഷ്കരിച്ച കാനൻ ലോ വരുന്നത് 1992 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ CCU എന്ന് പറയുന്നത്. ഈ അമേരിക്കയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത് 1986 അപ്പം 1986 ഈ മൈഗ്രൻ്റ് ആയിട്ടുള്ള ആളുകളുടെ അജപാലന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടിരുന്നത് 1968 റോമിൻ്റെ ഒരു മാർഗനിർദ്ദേശ പ്രകാരമാണ്. അപ്പം അന്ന് ഈ എത്നിക് ഐഡന്റിറ്റി ഉള്ളവർക്ക് പ്രത്യേക പാരിഷ് കൊടുക്കുന്ന ഒരു സംവിധാനം ആ ഗൈഡ് ലൈൻസിൽ ഇല്ലായിരുന്നു. അതിലുണ്ടായിരുന്നത് റീത്തിൻ്റെ പേര് കൊടുക്കാം, ഭാഷയുടെ പേര് കൊടുക്കാം, രാജ്യത്തിൻ്റെ പേര് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ജ്ഞാനായ പേഴ്സണൽ പാരിഷിനുള്ള സ്കോപ്പ് അതിനകത്തില്ലായിരുന്നു. പക്ഷേ 92 കാനൻ ലോ പരിഷ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നപ്പം കൾച്ചറൽ ഐഡന്റിറ്റിയുടെ പേരിൽ പേഴ്സണൽ പാരിഷസ് കൊടുക്കാം എന്നുള്ള ഒരു പുതിയ ക്ലോസ് അതിനകത്ത് എഴുതി ചേർത്തു. ഈ വസ്തുത അന്ന് 1986 റിസ്ക്രിപ്റ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നില്ല. അതേസമയം ഈ ചിക്കാഗോയിൽ രൂപത വന്നപ്പോൾ
ഈ വസ്തുതകളോട് കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്ക് പേഴ്സണൽ പാരിഷസ് ക്നാനായക്കാർക്ക് വേണ്ടി തന്നത്. അപ്പം ഈ പഴയ റെസ്ക്രിപ്റ്റ് വെച്ചുകൊണ്ട് പറഞ്ഞു മാറിക്കെട്ടിയവനെ കൂടെ മാറിക്കെട്ടിയവരുടെ ഭാര്യയും മക്കളെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സീറോ മലബാർ സഭയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അന്ന് ചിക്കാഗോ രൂപതയുടെ മെത്രാനും മൂലക്കാട്ട് പിതാവും കോട്ടയം രൂപതയുടെ അധ്യക്ഷനും സീറോ മലബാർ സഭയുടെ തലവനും കൂടെ കൂടി ഇതിനൊരു പരിഹാരമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റ് പ്രകാരം ഈ ക്നാനായ ഇതര പങ്കാളികളെയും പിള്ളേരെയും ഇങ്ങോട്ട് എടുക്കേണ്ടെന്ന് പറഞ്ഞു. ഈ മാറിക്കിട്ടുന്നവനെ പുറത്താക്കണമെന്നും പറഞ്ഞിട്ടില്ല, അവിടെ നിർത്തണമെന്നും പറഞ്ഞിട്ടില്ല. ആ രീതിയിലാണ് ട്രൈപാർട്ടീറ്റ് എഗ്രിമെന്റ് ഉണ്ടായത്. അമേരിക്കയിലെ ലോക്കൽ ലോയുടെ ഇതിലും റോമിലെ റിസ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലും പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ഒരു സമീപനമാണ് ട്രൈപാർട്ടീറ്റ് എഗ്രിമെന്റ്. ഇതാണ് ട്രൈപാർട്ടി എഗ്രിമെന്റ്. അതുകൊണ്ട് അമേരിക്കയിലെ പള്ളികളിൽ ക്നാനായ ഇതര പങ്കാളികൾ ആരുമില്ല. ക്നാനായക്കാർക്കുണ്ടാകാത്ത മക്കൾ, അതായത് പേരൻസ് രണ്ടുപേരും ക്നാനായക്കാരല്ലാതെ ഉള്ള പിള്ളേരും അവിടെയില്ല. മാറിക്കെട്ടിയവർ ഈ പറയുന്ന ട്രൈപാർട്ടീറ്റ് എഗ്രിമെന്റ് ഉണ്ടായതിനു ശേഷം ഒരു വ്യക്തിയും അവിടെ തന്നെ നിന്നിട്ട് കെട്ടിയിട്ടില്ല. എല്ലാവരും അവരുടെ നോൺ ക്നാനായ സ്പൗസിന്റെ ഇടവകയിലേക്ക് മാറിയിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. കാര്യം ഒരു ഫാമിലി ഒരു യൂണിറ്റ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ആരും ഒരു പള്ളിയിൽ നിൽക്കത്തില്ല. കാര്യം കോട്ടയം അതിരൂപതയുടെ കീഴിലുള്ള അല്ലെങ്കിൽ ക്നാനായ പാരിഷസിലുള്ള എല്ലാ കൂദാശ കർമ്മങ്ങളും അതുപോലെ തന്നെ ഒരു നോൺ ക്നാനായ പാരിഷസ് സീറോ മലബാർ സഭയുടെ കീഴിലുള്ള നോൺ ക്നാനായ പാരിഷസ് കിട്ടും. അതായത് മാമോദിസ, കുമ്പസാരം, കുർബാന, സ്ഥൈര്യലേപനം, ഇങ്ങനെയുള്ള എല്ലാ കൂദാശകളും രണ്ട് സ്ഥലത്തും ഒരുപോലെ തന്നെയാണ്. അപ്പം അങ്ങനെ ഇവിടെ പിടിവാശി വെച്ച് ആരും ഇതുവരെ നിന്നിട്ടില്ല. എല്ലാവരും അപ്പുറത്തോട്ടാണ് പോയിരിക്കുന്നത്. ഇനി ട്രൈപാർട്ടീറ്റ് എഗ്രിമെന്റ് ഈ കേസിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. കാര്യം ആ കേസിലെ ഡോക്യുമെന്റ്സ് ഈ സപ്പോർട്ടിലെ വിധികൾ നോക്കാം, മനസ്സിലാക്കാൻ പറ്റും. വാദികളും പ്രതികളും ഹാജരാക്കിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റുകളും അതിന് താഴെ അനക്സറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലെങ്ങും ഈ ട്രൈപാർട്ടീറ്റ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ സംഭവം അവർ ഹാജരാക്കിയിട്ടില്ല. അപ്പലേറ്റ് സ്റ്റേജിൽ ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ അവർ ഹാജരാക്കിയിട്ടില്ല. രൂപതാ നേതൃത്വത്തിനെതിരെ പ്രൊപ്പഗാണ്ട നടത്തുന്നവർ കാര്യം മനസ്സിലാക്കാതെ പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ട്രൈപാർട്ടീറ്റ് എഗ്രിമെന്റ് കൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായി എന്ന് പറയുന്നത് ആണ്. ഇതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വെറും കുപ്രചരണം മാത്രമാണത്. അതുപോലെ നമ്മുടെ ഈ ജ്ഞാനായ സഭയെ സീറോ മലബാർ സഭയിലേക്ക് ലയിപ്പിക്കാനുള്ള ഒരു ഗൂഢ നീക്കമാണ് ഈ ഒരു കേസ് എന്നൊക്കെ പറയുന്നുണ്ട്. എത്രമാത്രം ശരിയാണത്? അത് ഒരാൾ വിചാരിച്ചാലോ നടക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ഒന്ന് കോട്ടയം അതിരൂപത അല്ലെങ്കിൽ കോട്ടയം വികാരിയത്ത് അതിനു മുമ്പ് സ്ഥാപിച്ചത് മാർപ്പാപ്പയെ സ്ഥാപിച്ചത്, അതില്ലാതാണ് മാർപ്പാപ്പ വിചാരിക്കണം. ഇതിനെതിരെ ഒരു പരാതി വന്നിരുന്നു. കോട്ടയം രൂപതയ്ക്കെതിരെ ഒരു പരാതി വന്നു. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിന് ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ, കോട്ടയം രൂപത അതുപോലെ തന്നെ തുടരട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാർപ്പാപ്പയ്ക്ക് താഴെയാണ് സീറോ മലബാർ സഭയും കോട്ടയം രൂപത മെത്രാനും. സീറോ മലബാർ സഭയിലെ ആര് വിചാരിച്ചാലും കോട്ടയം രൂപത ഇല്ലാതാക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, സീറോ മലബാർ സഭ കോട്ടയം രൂപതയുടെ ഐഡന്റിറ്റി നിലനിർത്തത്തക്ക രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. കോട്ടയം രൂപതയുടെ ആവശ്യങ്ങൾ, അതായത് ഒരു പരിധിയുണ്ട്. ചില കാര്യങ്ങൾ റോമിൽ നിന്ന് തരാൻ പറ്റത്തുള്ളൂ. റോമിൽ നിന്ന് തരേണ്ട കാര്യങ്ങൾ സീറോ മലബാർ സഭയ്ക്ക് തരാൻ പറ്റത്തില്ല. ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് പല കാര്യങ്ങളിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റോം തരാത്ത കാര്യങ്ങൾ പോലും സീറോ മലബാർ സഭയുടെ സംവിധാനത്തിൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം ഞാൻ ട്രൈപാർട്ടീറ്റ് എഗ്രിമെന്റ് അതാണ്. റോം എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ക്യാനൻ ലോ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയുടെ അധ്യക്ഷനും കോട്ടയം രൂപത അധ്യക്ഷനും ചിക്കാഗോ ബിഷപ്പും കൂടി ചേർന്നിട്ടാണ് അത് വർക്കൗട്ട് ചെയ്തെടുത്തത്. അപ്പം സീറോ മലബാർ സഭയിൽ നിന്ന് നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് തരാറുണ്ട്. നമ്മൾ ഏത് നിവേദനങ്ങൾ കൊടുത്താലും അതിനെല്ലാം അവർ സപ്പോർട്ട് ചെയ്ത് റൂമിലേക്ക് അയക്കുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഈ മാർപ്പാപ്പയെ കാണുന്നതിന് വേണ്ടി കോട്ടയം അതിരൂപതയിൽ നിന്ന് ഒരു ഡെലിഗേഷൻ പോയിരുന്നു. ആ ഡെലിഗേഷന്റെ കൂടെയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും അതിന്റെ സിനഡൽ സെക്രട്ടറിയും വന്നിരുന്നു. അമേരിക്കയിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങാടിയത്ത് മെത്രാൻ, കോട്ടയം രൂപത മെത്രാനും അമേരിക്കയിൽ നിന്ന് ഡെലിഗേറ്റ്സും കൂടെ അവിടെ ചെന്നു. അന്നും സീറോ മലബാർ സഭയുടെ ഫുൾ സപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും സീറോ മലബാർ സഭ കോട്ടയം രൂപത ഇല്ലാതാക്കാൻ ശ്രമിക്കത്തുമില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാനും പറ്റത്തില്ല. കാരണം അതിന് രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും സീറോ മലബാർ സഭ നൽകുന്നുണ്ട്. അതിന് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് രൂപതയുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് രൂപതയെ വളർത്താൻ ശ്രമിക്കുന്ന ഒരു മെത്രാനാണ് മൂലക്കാട്ട് പിതാവ്. കാര്യം നമ്മൾ AD 345 മുതൽ നമ്മുടെ ചരിത്രം പറയുമ്പോൾ പിതാവ് പറയുന്നു അതിന് മുൻപ് നമുക്ക് ഇതിന് ചരിത്രമുണ്ട്. കാര്യം നമ്മൾ വ്യക്തികളുമായിട്ടുള്ള ഒരു ഉടമ്പടിയേക്കാൾ ഉപരി പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് നമ്മുടെ എൻഡോഗമയുടെ അടിസ്ഥാനമെന്ന് പിതാവ് എപ്പോഴും പറയാറുണ്ട്. രണ്ടാമത്, പിതാവ് ക്യാനൻ ലോയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ക്യാനൻ ലോ സഭാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ അറിവും പഠിപ്പുമുള്ള പിതാവ് സഭാപരമായ കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പല പ്രതിസന്ധികളിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. 1986 റിസ്ക്രിപ്റ്റ് വന്നപ്പോൾ നമുക്ക് അമേരിക്കയിലും വിദേശത്തൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചത്. പക്ഷേ ട്രൈപാർട്ടി എഗ്രിമെൻറ്റിലൂടെ പിതാവ് നമ്മുടെ
ഐഡൻറ്റിറ്റി സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനം നമുക്ക് ഒരുക്കി തന്നു. അത് പിതാവിൻ്റെ ദീർഘവീക്ഷണവും പിതാവിന് കാനലോയിലുള്ള പരിചയവും കൊണ്ടാണ്. അതിനുശേഷം പിന്നീടും അവർ പരാതി കൊടുത്തപ്പോഴത്തേക്ക് ട്രൈപാർട്ടിറ്റി എഗ്രിമെൻറ്റിന് ശേഷം ഈ എല്ലാവരെയും തിരിച്ചെടുക്കണമെന്നുള്ള ഒരു സ്റ്റാൻഡ് വന്നപ്പം വീണ്ടും മൂലക്കാട്ട് പിതാവും പണ്ടാരശ്ശേരി പിതാവും അങ്ങാടിയത്ത് പിതാവും അമേരിക്കയിൽ നിന്നുള്ള 3 അൽമായരും കൂടി അന്ന് റോമിൽ പോയി ഓറിയൻ്റൽ കോൺഗ്രിഗേഷനെ കണ്ടു. അന്ന് ഓറിയൻ്റൽ കോൺഗ്രിഗേഷനിലെ സെക്രട്ടറി ആയിരുന്ന വാസിൽ പിതാവ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി അത് തിരുത്തി സഹായിച്ചു. സാധാരണ രീതിയിൽ റോമിൽ നിന്ന് ഒരു ഡോക്യുമെൻ്റ് വന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് തിരുത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇതെനിക്ക് തോന്നുന്നു വേണ്ട ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ ഡോക്യുമെൻ്റ് തിരുത്താൻ പറ്റി. കാര്യം അത്രയ്ക്കും ദീർഘവീക്ഷണവും ഇതുകൊണ്ട്. അതിനുശേഷം 2017 മുൾഹാൾ റിപ്പോർട്ട് വന്നതിന് ശേഷവും നമുക്ക് വന്ന ഇതിനകത്ത് നമുക്ക് ലോകം മുഴുവനും ജ്ഞാനായക്കാർക്ക് കോട്ടയം അതിരൂപതയായിട്ടുള്ള ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവും നേടിയെടുത്തത് മൂലക്കാട്ട് പിതാവാണ്. പിന്നെ ആ 2017 ഉത്തരവിനകത്ത് ആ ഡിഫാക്റ്റോ ടോളറേറ്റഡ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ആ വാക്കെന്ന് പറയുന്നത് നമ്മൾ സഹിച്ചു എന്ന നിലയിലല്ല അതിനെ കാണേണ്ടത്. മറിച്ച് ഡി ജൂറിയും ഡിഫാക്റ്റോ എന്ന് പറയുമ്പം ഒന്ന് നിയമവശാലും ഒന്ന് വസ്തുതാപരമായിട്ടും. ആ വസ്തുതാപരമായിട്ടെന്ന് പറയുമ്പം ആ ഡിഫാക്റ്റോ ടോളറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നീഷൻ ഓഫ് എ കസ്റ്റമായിട്ട് വേണം കണക്കാക്കാൻ. അതായത് നമ്മുടെ എൻഡോഗമി കോട്ടയം അതിരൂപതയിൽ പാലിക്കുന്നതിന് അതൊരു കസ്റ്റമാണെന്ന് റോം അംഗീകരിച്ചതിൻ്റെ തെളിവാണ് ആ ഡിഫാക്റ്റോ ടോളറേറ്റഡ് എന്നുള്ള വാക്ക്. പക്ഷേ ആ ഹൈക്കോടതി ആ ടോളറേറ്റഡ് എന്നുള്ള ആ വാക്കിൻ്റെ സിമ്പിൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കാതാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അത് കാനൻ ലോയിൽ പുതിയ കമൻറ്ററി നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അത് ടോളറേറ്റഡ് എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നത് റെക്കഗ്നീഷൻ ഓഫ് എ കസ്റ്റം എന്നുള്ള ആസ്പെക്റ്റിലാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എൻഡോഗമി സഭാരേഖകളിൽ ഔദ്യോഗികമായിട്ട് തന്നിട്ടുള്ളത് മൂലക്കാട്ട് പിതാവിൻ്റെ കാലത്താണ്. ഇനി തന്നെയല്ല UK പള്ളികൾ സ്ഥാപിച്ചപ്പം അവിടുത്തെ ബിഷപ്പ് 15 മിഷൻസ് ഒന്നിച്ച് സ്ഥാപിച്ചപ്പം തന്നിരിക്കുന്നത് കത്തോലിക്ക വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പാലിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും കൂടിയാണ് UK പള്ളി സ്ഥാപിച്ചതെന്നുള്ളത് ശ്രാമ്പിക്ക പിതാവിൻ്റെ പള്ളി സ്ഥാപന ഉത്തരവിലുണ്ട്. അതും മൂലക്കാട്ട് പിതാവിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം എവിടെയെല്ലാം സഭാ സംവിധാനങ്ങൾ ഉത്തരവ് വരുമ്പോഴത്തേക്ക് നമ്മുടെ എൻഡോഗമസ് നേച്ചർ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ മൂലക്കാട്ട് പിതാവ് എടുത്തിട്ടുണ്ട്. സഭയുടെ ഐഡൻറ്റിറ്റി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടുകളും പിതാവ് അഭംഗരം പോകുന്നുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആളുകൾ ഈ വസ്തുത മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ കോട്ടയം രൂപതയുമായിട്ടും അതുപോലെ സീറോ മലബാർ സഭയുമായിട്ടും ഒക്കെ അടുത്ത് പ്രവർത്തിച്ച് അവരോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സാർ. അപ്പം ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പം സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ സീറോ മലബാർ സഭയും അതുപോലെ തന്നെ കോട്ടയം രൂപത അധ്യക്ഷനും കൂടെ ചേർന്ന് ജ്ഞാനായക്കാരുടെ പൈതൃകങ്ങളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ഒരു സംസാരമൊക്കെ വരുന്നുണ്ട്. അത് ശരിയാണോ? ഒരിക്കലും നടക്കാത്ത കാര്യം അത്. തന്നെയല്ല, ഒന്നിനും ഇവർ നടക്കത്തുമില്ല, ഇവരങ്ങനെ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ കോട്ടയം രൂപതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പിതാവും സീറോ മലബാർ സഭയുടെ കാലാകാലങ്ങൾ അധ്യക്ഷനും. ഇപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞ ആലഞ്ചേരി പിതാവും ഇപ്പം റാഫേൽ തട്ടിൽ പിതാവും, രണ്ടുപേരുടെ അടുത്ത് ഞാൻ പല കാര്യങ്ങളിലും ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ അങ്ങേയറ്റം സഹകരിച്ച് നിൽക്കും. ഏതാവശ്യത്തിനും അവർ കൂടെ നിൽക്കാവുന്നതന്നെ. കേസിൻ്റെ കാര്യത്തിൽ തന്നെ നോക്കുക. നമ്മൾ അപ്പീൽ കോടതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സീറോ മലബാർ സഭയുടെ മറുപടി വേണമെന്ന് പറഞ്ഞു. കോട്ടയം രൂപതയുടെ എല്ലാ വാദഗതികളോടും സീറോ മലബാർ സഭ പൂർണ്ണമായിട്ട് യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആലഞ്ചേരി പിതാവ് ഒപ്പിട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജില്ലാ കോടതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയിലും ആലഞ്ചേരി പിതാവ് വക്കാലത്ത് തന്നിട്ട് കോട്ടയം രൂപതയുടെ അതേ സ്റ്റാൻഡ് തന്നെ പറയാനാണ് പറഞ്ഞത്. അപ്പോൾ കോട്ടയം രൂപതയുടെ സ്റ്റാൻഡ് എന്താണോ ഇക്കാര്യത്തിൽ, അത് തന്നെയാണ് സീറോ മലബാർ സഭയുടെ സ്റ്റാൻഡ്. ഇനി നാളെ ഏതെങ്കിലും കാലത്ത് സീറോ മലബാർ സഭ അങ്ങോട്ട് നശിപ്പിക്കണമെന്ന് വിചാരിച്ചാലും നടക്കുന്ന കാര്യവുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർപ്പാപ്പയുടെ ഉത്തരവിനെ സീറോ മലബാർ സഭയ്ക്ക് തിരുത്താൻ പറ്റില്ല. പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഇപ്പം കാക്കനാട്ട് മ്യൂസിയം ഉണ്ടാക്കി. നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ ചരിത്രങ്ങളും അവർ വളരെ ഇതോടുകൂടി ജ്ഞാനായക്കാരുടെ ഹെറിറ്റേജ്, ചേരമാൻ പെരുമാൾ വരുന്നതും ജ്ഞായത്തുമ്മയുടെ കാര്യങ്ങളും എല്ലാം അവിടുത്തെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ഒഴിവാക്കാനാണെങ്കിൽ ഈ അടുത്ത കാലത്തുണ്ടാക്കിയ മ്യൂസിയത്തിൽ നിന്ന് അതൊക്കെ ഒഴിവാക്കിക്കൂടായിരുന്നു. അങ്ങനെയല്ല, ഏതെല്ലാം സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ടോ അതിനെല്ലാം അവർ സഹകരിക്കുന്നുണ്ട്. അവരുടെ സംഘടനാ സംവിധാനത്തിലും എല്ലാ സംവിധാനങ്ങളിലും ജ്ഞാനായക്കാർക്ക് മതിയായ പ്രാതിനിധ്യം നൽകുന്നുണ്ട്. സീറോ മലബാർ സഭയുടെ അവിഭാജ്യ ഘടകമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ
നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എപ്പോഴും സീറോ മലബാർ സഭ ചെയ്തു തരുന്നുണ്ട്. അത് കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കുന്നതിൻ്റെ കാരണം മൂലക്കാട്ട് പിതാവിന് മറ്റു മെത്രാന്മാരുടെ ഇടയിലുള്ള അംഗീകാരം വലിയ ഘടകമാണ് ക്നാനായ സമുദായത്തിന് സീറോ മലബാർ സഭയിലും കത്തോലിക്ക സഭയിലുമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്.